ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മിക്സ്ചറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വസ്തുക്കൾ മാത്രം മതി. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പം നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇടിയപ്പം പൊടിയൊക്കെ ഇല്ലേ, ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ അരിപ്പൊടിയുടെ തന്നെ നേരെ പകുതി കടലമാവും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇതിപ്പോൾ ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഏകദേശം ഇത് 1 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പും ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കൂലേ, അതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. പക്ഷേ ചപ്പാത്തി മാവിൻ്റെ അത്ര തന്നെ ടൈറ്റ് വേണ്ട, കുറച്ച് ലൂസായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ. ഇതാ കണ്ടപ്പോൾ ഞാൻ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഇനി നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ സേവനായി എടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇടിയപ്പത്തിൻ്റെ അച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് സേവനായിയുടെ അകത്ത് ആദ്യം നല്ല പോലെ ഒന്ന് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളിപ്പം റെഡിയാക്കി എടുത്തിരിക്കുന്ന മാവ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഈ മാവ് സേവനായിൽ നിന്നും വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി മാവ് പോരുന്നില്ലാണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നിങ്ങളുടെ മാവ് ഒന്നും കൂടെ കുഴച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ മാവ് നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം എണ്ണ ചൂടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ, ഒരിക്കലും ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ചുറ്റിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാവ് ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഈ മാവ് കൊണ്ട് ഇത്രയും അളവിലാണ് ഇപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈ ഉപയോഗിച്ചിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ അതാ കണ്ടോ, ഞാൻ ഇതിനെ നല്ലപോലെ പൊടിച്ചെടുത്ത് ഒരു മിക്സ്ചറിൻ്റെ പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കടലയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു മിക്സ്ചറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്നൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.